നമ്മൾ കാത്തിരിക്കുന്ന ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. 54 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ ചന്ദ്രനിലേക്ക്. 4 ദൗത്യ സംഘാംഗങ്ങളുമായി നാസയുടെ ആർട്ടിമസ് 2 ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് കുതിച്ചുയർന്നു. ഇന്ത്യൻ സമയം പുലർച്ചെ 4:05 വിക്ഷേപണം. അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം ഇതാദ്യമായാണ് മനുഷ്യൻ ചാന്ദ്രപഥത്തിലേക്ക് പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. 10 ദിവസം നീളുന്ന ആർട്ടിമിസ് 2 ദൗത്യത്തിൽ യാത്രികർ ചന്ദ്രനിൽ ഇറങ്ങുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ചന്ദ്രനെ ചുറ്റി തിരിച്ചെത്തുകയാണ് ചെയ്യുക. വിശദമായ പഠനങ്ങളുണ്ടാകും. മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിക്കുന്ന ബൃഹത്തായ ഒരു ദൗത്യം അത് 3 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. അതിലെ ആദ്യഘട്ടം നേരത്തെ പൂർത്തിയായതാണ്. 2ാം ഘട്ടവും വിജയകരമായി ഇതാ പൂർത്തിയാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. 3ാം ഘട്ടം അങ്ങനെ ചന്ദ്രനിലെത്തുക, ചന്ദ്രനിൽ പഠനങ്ങൾ നടത്തുക എന്നുള്ള വിശാലമായ ഒരു ദൗത്യമാണ്. അതിലേക്കാണ് നമ്മൾ കുതിക്കുന്നത് എന്നത് ശ്രദ്ധേയം. ആതിര ജെയിൻ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആതിര, ഇതാ നമ്മൾ എല്ലാവരും കാത്തിരുന്നത് പോലെ നേരത്തെയൊക്കെ ചെറിയ ചില സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നൊക്കെ ദൗത്യം മാറ്റിവെക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ വിജയകരമായത് വിക്ഷേപിച്ചിരിക്കുന്നു. അതിനുശേഷം നടക്കാൻ പോകുന്ന പ്രക്രിയകൾ എങ്ങനെയാണ്, എത്രത്തോളം പ്രധാനമാണ് ആർട്ടിമിസ് 3 ഘട്ടങ്ങളായി നടക്കുന്ന ദൗത്യത്തിലെ ഈ 2ാം ഘട്ടം? ആതിരാജ്, ചരിത്ര ദൗത്യത്തിന് ഒരു ചരിത്ര യാത്രയ്ക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ലോകം. അതായത് എന്നാണ് ഇനി മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോവുക എന്ന ചോദ്യത്തിന് ആ കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു. 54 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ ചന്ദ്രനിലേക്ക്, ചാന്ദ്രപഥത്തിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ആർട്ടിമിസ് 2 ദൗത്യത്തിന്റെ വിക്ഷേപണമാണ് ഇന്ന് രാവിലെ നടന്നത്. ഇന്ത്യൻ സമയം 4:06 വിക്ഷേപണം. കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് SLS റോക്കറ്റിൽ ഓറിയോൺ പേടകത്തിൽ 4 ബഹിരാകാശ സഞ്ചാരികൾ, 4 ദൗത്യ സംഘാംഗങ്ങളുമായി കുതിച്ചുയർന്നിരിക്കുകയാണ് ആർട്ടിമിസ് 2. ചന്ദ്രനിൽ ഇറങ്ങില്ല, പകരം ചന്ദ്രനെ ചുറ്റി തിരികെ എത്തുക എന്ന ദൗത്യമാണ് ആർട്ടിമിസ് 2-ലുള്ളത്. അങ്ങനെ ഒരു കാത്തിരിപ്പാണ്. ദൗത്യസംഘം ഭൂമിയുടെ ഭ്രമണപഥം കടന്ന് ചന്ദ്രനിലേക്ക് എത്തുന്ന ഒരു കാത്തിരിപ്പിലേക്കാണ് ലോകം കാത്തിരിക്കുന്നത്. വളരെ വലിയ ഒരു യാത്രയ്ക്ക് ഒരു വലിയ കാത്തിരിപ്പാണ് ഇന്ന് ലോകം സാക്ഷ്യം വഹിച്ചത്. ചന്ദ്രനെ വലം വെച്ച് തിരികെ എത്തുന്ന 10 ദിവസം നീളുന്ന ഒരു ദൗത്യമാണ് ആർട്ടിമിസ് 2. നിർണായകമാണ്. ചൊവ്വ ദൗത്യത്തിലേക്ക് ഉൾപ്പെടെ മിഷൻ മാഴ്സിനുൾപ്പെടെയുള്ള ഒരു ചുവടുവയ്പ്പാണ്. ചന്ദ്രനിലേക്ക് എത്തി ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുന്നില്ലെങ്കിലും ചന്ദ്രനെ വലം വെച്ച് പേടകം തിരികെ എത്തുന്ന ആ ഒരു വലിയ യാത്രയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. 4 ദൗത്യ സംഘാംഗങ്ങളാണ് ഇതിലുള്ളത്. മിഷൻ കമാൻഡർ റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, ജെറമി ഹാൻസൺ എന്നീ 4 സംഘാംഗങ്ങളാണ് കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ച ഓറിയോൺ പേടകത്തിലുള്ളത്. ചന്ദ്രനിൽ നിന്ന് 4700 മൈൽ അപ്പുറത്തേക്ക് കൂടി സഞ്ചരിച്ച് വലം വെച്ച് തിരികെ എത്തുക എന്ന നിർണായകമായ യാത്രയാണ് ആർട്ടിമിസ് 2 ദൗത്യത്തിലുള്ളത്. ചന്ദ്രനിൽ മനുഷ്യൻ ഇനി ഒരു ഇടത്താവളമായി, ചന്ദ്രനിൽ വീണ്ടും പോകാൻ ഇടത്താവളമായി വരാൻ, വീണ്ടും ചന്ദ്രനിലേക്കുള്ള യാത്ര, അതിലുള്ള സാധ്യതകൾ, ചന്ദ്രനിൽ ഹീലിയം ഉൾപ്പെടെയുള്ള ഖനനം തുടങ്ങിയ സാധ്യതകൾ പരിശോധിക്കാനും വളരെ വലിയ പഠന സാധ്യതകൾ കൂടി പരിശോധിക്കുക, അതുവഴി ചൊവ്വ ദൗത്യം എത്രത്തോളം എളുപ്പമാകും, ചൊവ്വ ദൗത്യത്തെ തയ്യാറെടുക്കുക തുടങ്ങിയ നിർണായക ലക്ഷ്യങ്ങളാണ് ഈ ദൗത്യത്തിനുള്ളത്, ആർട്ടിമിസ് 2-നുള്ളത്. അപ്പോളോ ദൗത്യത്തിന് ശേഷം എന്നായിരിക്കും മനുഷ്യൻ ചന്ദ്രനിൽ എത്തുക എന്നതൊരു കാത്തിരിപ്പായിരുന്നു. നാസയുടെ ആ ബൃഹത്തായ പദ്ധതി ആർട്ടിമിസിനാണ് ഇന്ന് തുടക്കമായിരിക്കുന്നത്. ഇന്ന് ലക്ഷ്യം കണ്ടിരിക്കുന്നത് 4 ദൗത്യ സംഘാംഗങ്ങളുമായി. ഇപ്പോൾ ഓറിയോൺ പേടകം ഭ്രമണപഥത്തിൽ തന്നെയാണ്. 3 മണിക്കൂറിന് ശേഷമേ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് പുറത്തു കടക്കുകയുള്ളൂ. ഓരോ ഘട്ടവും, ദൗത്യസംഘത്തിൻ്റെ ഓരോ ഘട്ടവും ഈ യാത്ര വിജയമായിരുന്നു. വിക്ഷേപിച്ച ഉടൻ തന്നെ കൃത്യമായി നേരത്തെ നമുക്കറിയാം ഈ പദ്ധതി ആർട്ടിമിസ് 2 നേരത്തെ പലതവണ 1-2 തവണ സാങ്കേതിക തകരാർ മൂലം വിക്ഷേപണത്തിൻ്റെ തീയതികൾ മാറ്റിവെച്ചിരുന്നു. അങ്ങനെ മാറ്റിവെച്ചാണ് ഇന്ന് കൃത്യമായി ഈ ദിവസം തന്നെ വിക്ഷേപണം നടന്നത്. മുന്നേ വിക്ഷേപിക്കാൻ നാസ തീരുമാനിച്ചിരുന്നതായിരുന്നു. എന്തായാലും പുലർച്ചെ 4:06 കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപണം വിജയകരമായി നടന്നിട്ടുണ്ട്. ചന്ദ്രനെ ചുറ്റി, ചന്ദ്രനിൽ 10 ദിവസം നീളുന്ന ഒരു യാത്രയാണ്. ഇടയ്ക്ക് മറ്റ് വിശ്രമമില്ല, ഇടത്താവളങ്ങളില്ല. 10 ദിവസം നീണ്ട ഏറ്റവും വലിയ യാത്ര എന്നുകൂടി എടുത്തു പറയേണ്ടതാണ്. വളരെ ദൂരം, 22 ലക്ഷം കിലോമീറ്ററാണ് സഞ്ചരിക്കുക. ഏകദേശം 50 തവണ ഭൂമിയെ ചുറ്റുന്ന ഒരു ദൂരമാണ് ഈ 4 സഞ്ചാരികളും സഞ്ചരിക്കുക. മിഷൻ കമാൻഡർ റീഡ് വൈസ്മാൻ ഈ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ, പേടകം കുതിച്ചുയർന്നപ്പോൾ തന്നെ വളരെ മനോഹരമായ ഗ്രേറ്റ് വ്യൂ എന്നായിരുന്നു ആ പ്രസ്താവന. ഒരു നല്ലൊരു ചന്ദ്രോദയം കാണുന്ന ഒരു ഗ്രേറ്റ് വ്യൂ എന്ന പ്രസ്താവനയോടുകൂടിയാണ് റീഡ് വൈസ്മാൻ യാത്ര തുടങ്ങിയത്. 2ാം മിനിറ്റിൽ തന്നെ വശങ്ങളിലുള്ള ബൂസ്റ്ററുകൾ വേർപെട്ട് കടലിൽ വീഴുകയും വിക്ഷേപണത്തിന്റെ ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. ഇനി കാത്തിരിക്കുന്നത് ഭൂമിയുടെ ഭ്രമണപഥം കടന്ന് ചന്ദ്രന്റെ ദിശയിലേക്ക് പേടകം കുതിക്കുന്നു. ഓറിയോൺ പോകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇനി കാത്തിരിപ്പ്. നാസ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ഘട്ടങ്ങളായി
വർഷങ്ങളായിട്ട്. എന്തായാലും മനുഷ്യന്റെ ആ ഒരു കാത്തിരിപ്പ് എങ്ങനെയായിരിക്കും എന്നാണ് ചന്ദ്രനിലേക്ക് ഇനി എത്തുക. അപ്പോളോ 17 ശേഷം നീണ്ട കാലത്തെ കാത്തിരിപ്പായിരുന്നു. 54 വർഷത്തെ എന്തായാലും ഇത് ഭാവിയിൽ ചന്ദ്രനിലേക്കുള്ള യാത്രയിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ദൗത്യം അല്ലെങ്കിൽ അതിന്റെ ഒരു പരിശീലനം എന്നുള്ള രീതിയിലാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ദൗത്യത്തിൽ ഒരു വനിത, ഒപ്പം നമ്മൾ ഏറ്റവും ആകാംക്ഷയോടെ കാണുന്ന ഒരു കാര്യം അത് തന്നെയാണ്, പങ്കാളിയാകുന്ന ഒരു വനിത ഇതിൽ ഉണ്ട് എന്നുള്ളത്. ഒപ്പം US പൗരനില്ലാത്ത ആദ്യ സഞ്ചാരി കൂടി തുടങ്ങിയ പ്രത്യേകതകളോട് കൂടിയാണ് ദൗത്യം പുറപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും 4 ദൗത്യ സംഘാംഗങ്ങളാണ് ഇതിലുള്ളത്. വിക്ടർ ഗ്ലോവർ, റീഡ് വൈസ്മാൻ, ജെറമി ഹാൻസൺ, ക്രിസ്റ്റീന കോച്ച് എന്നിവരാണ് 4 ദൗത്യ സംഘങ്ങൾ. ക്രിസ്റ്റീന കോച്ചാണ് യാത്രാ സംഘത്തിലെ വനിത. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവിട്ട വനിതയ്ക്കുള്ള റെക്കോർഡ് നേടിയ ആൾ കൂടിയാണ് ക്രിസ്റ്റീന കോച്ച്. അതുപോലെ ജെറമി ഹാൻസൺ കനേഡിയൻ പൗരനാണ്. US പൗരനല്ലാത്ത 4 പേരിൽ US പൗരനല്ലാത്ത ഏക വ്യക്തിയാണ് ജെറമി ഹാൻസൺ, കനേഡിയൻ പൗരനാണ്. ക്രിസ്റ്റീന കോച്ചിനെ കൂടാതെ റീഡ് വൈസ്മാൻ, അതുപോലെ വിക്ടർ ഗ്ലോവർ, ഈ 4 പേരാണ് ദൗത്യ സംഘാംഗങ്ങൾ. ഈ 4 പേരുടെയും യാത്രയ്ക്ക് സാക്ഷ്യം വഹിച്ച ലോകം ഇവരുടെ ഇനിയൊരു കാത്തിരിപ്പാണ്. 10 ദിവസം നീളുന്ന ഈ ദൗത്യത്തിനായി ആർട്ടിമിസ് 2 വിജയകരമായി പൂർത്തിയാക്കുന്നതിനായി ചന്ദ്രനെ ചുറ്റി 10 ദിവസം നീളുന്ന യാത്രയ്ക്ക് ശേഷം തിരികെ എത്തുന്നതിനായുള്ള കാത്തിരിപ്പിലാണ് ലോകം.